ഹലോ മുത്തുമണികളെ. അപ്പോൾ കുറച്ച് നാളുകളായി ഹൈറുനീസ എന്ന് പറയുന്ന ഒരു ഐ ഡി കൂടി എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ പോയി കമൻ്റ് ഇടുന്ന ഒരു ഹൈറുനീസ എന്ന് പറയുന്ന ഒരു ചത്ത കോഴിയെ പോലത്തെ ഒരു തള്ള. ഈ തള്ള എല്ലാവരുടെ വീഡിയോയിലും താഴെ ചെന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയെ കാണിച്ചു തരാം, വായോ കണ്ണൂർക്ക് വായോ എന്നാണ് ഇവരുടെ വെല്ലുവിളി. അങ്ങനെ ഇവരുടെ ചാനലിൽ ഞാൻ കയറി നോക്കിയപ്പം കണ്ണൂരല്ല, ഇവർ വടകര ആ ഭാഗത്താണ്. അങ്ങനെ ഞാൻ ഇവരുടെ ലിങ്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്ക് അയച്ചു കൊടുത്തു. ഫാമിലിക്ക് മാത്രമല്ല, ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഈ പുള്ളിക്കാരത്തിനെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും തന്നെ ഇവരെ കണ്ടൊരു പരിചയം പോലും, ദൂരത്ത് നിന്ന് കണ്ട ഒരു പരിചയം പോലും അവർക്ക് ആർക്കും തന്നെ ഇല്ല. അങ്ങനെ ഞാൻ 2 ദിവസമായി ഇതിൻ്റെ പിന്നിലായിരുന്നു. അങ്ങനെ ഞാൻ ഈ പുള്ളിക്കാരത്തിക്ക് ഒരു വീഡിയോ ചെയ്തു. പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത് ചാനലിൻ്റെ റീച്ചാണേ. അപ്പോൾ പുള്ളിക്കാരി ഉദ്ദേശിച്ചതുപോലെ തന്നെ ചാനൽ 4 പേര് അറിഞ്ഞ് സബ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 300 സബ്ബായിപ്പോയി. അപ്പോൾ പുള്ളിക്കാരത്തി എല്ലാവരുടെ അടുത്തും ചെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയെ കാണിച്ചു തരാമെന്നാണ്. സത്യത്തിൽ ഞാനാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അറിയേണ്ടത്. അപ്പോൾ ഞാൻ പോയി ഒരു വീഡിയോ ഒക്കെ ഇട്ട്, പുള്ളിക്കാരത്തിൻ്റെ വീഡിയോയുടെ താഴെ ചെന്ന് ഞാൻ കമൻറ്റൊക്കെ ഇട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യനെ ഒന്ന് കാണിച്ചു തരാമോ. അപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര സെറ്റപ്പിൽ, പുള്ളിക്കാരത്തി ഇപ്പോൾ ഭയങ്കര എന്തോ വലിയ ആളെ പോലെ, ഒരു ചത്ത കോഴീനെ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ഈ ചത്ത കോഴി ഇരുന്നുകൊണ്ട് ഞാനീ ഇവിടെ ഉണ്ട്, അഹലം വാ സഹിലം വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞാനീ ഇവിടെ ഉണ്ട്, കോലായിലുണ്ട്, ഞാൻ കടയിലുണ്ട്, ഞാൻ കോലായിൻ്റെ കീഴ്പോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ പൊന്നു പെണ്ണുപിള്ള, ഞാൻ ഒരു കാര്യം പറയട്ടാ, ഞാനിവിടെ നിന്ന് മെനക്കെട്ട് കോഴിക്കോട് വരെ വരണമെങ്കിൽ 5-8 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ വരണം. ഇങ്ങനെ ഞാൻ മെനക്കെട്ട് വന്നാൽ വരണ കാര്യം നടക്കണോടെ. അതായത് എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യനെ കാണാൻ പറ്റുമോ? ഇനിത്തുള്ള നീയെങ്ങാനും ആണ്. അങ്ങനെ വല്ല അബദ്ധവും എൻ്റെ ഭർത്താവിന് പറ്റുമോ? അങ്ങനെ പറ്റാനുള്ള സാധ്യതയൊന്നും ഇല്ലടേ. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യനെ കാണാൻ പറ്റുമോ? അതാണ് എൻ്റെ ചോദ്യം. നിന്നെ ഞാൻ കാണാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയെ കാണാൻ എനിക്ക് പറ്റുമോ? ഞാൻ അവിടെ പോവുമെന്ന് പറഞ്ഞ സമയം തൊട്ട് തള്ള ഈ പുതുക്ക പെണ്ണിനെ പോലെ, ഒരു പുതുക്ക പെണ്ണിനെ പോലെ ഭയങ്കര, ഇന്ന് ഞാൻ പെണ്ണാലോചിച്ച് വരണോ നിനക്ക് ഇത്ര സന്തോഷം വരാൻ വേണ്ടിയിട്ട്? എടീ കോഴി നിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യനെ എനിക്ക് കാണാൻ പറ്റുമോ നിന്നെ ഞാൻ കാണാൻ വന്നാൽ? നീ അങ്ങനെയാണല്ലോ എല്ലാവരും വിളിച്ചത്. വിളിച്ചവരാരും വരുന്നില്ല, എനിക്കാണ് കാണേണ്ടത്. അപ്പം നിന്നെ കാണാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയെ കാണാൻ പറ്റുമോ?